ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വലിയ പെരുന്നാളിൻ്റെയും അതിന് 2 ദിവസം മുമ്പത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഹംദാൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. മക്കൾക്ക് വെക്കേഷൻ ആണല്ലോ, 10 ദിവസത്തെ വെക്കേഷനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ദോശയുടെ മാവ് ഞാൻ തലേദിവസം തന്നെ അരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ദോശയും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഹംദാൻ്റെ ഫ്രണ്ട് ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആ ഒരു സമയത്താണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഹോളിലുണ്ട് കേട്ടോ. പുതിയൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഹാസിമ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ 4 പേരും കൂടി നല്ല കളിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ ഹോളിലുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് എന്താണെന്ന് ചോദിച്ചു ഹംദാൻ കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ പ്രോൺസ് ബിരിയാണി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് വലിയൊരു താല്പര്യമില്ല. ആൾക്ക് ചിക്കനോ ബീഫോ മട്ടനോ ആണെങ്കിലാണ് കേട്ടോ മുഖം തെളിയുള്ളൂ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ചിക്കൻ മന്തിയാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ ഈ തവണ എന്തായാലും ചെമ്മീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രോൺസ് ബിരിയാണിയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രോൺസ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് വിനീഗറും ഉപ്പൊക്കെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഫ്രൈ ചെയ്യരുതിട്ട്, ഒരുപാട് റബ്ബറി ആയി പോവും. അങ്ങനെ അതേ പാനിൽ തന്നെ ചെമ്മീൻ മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടി നെയ്യും വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഗരം മസാല മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒരുപാട് പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പ്രോൺസ് ബിരിയാണിക്ക്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പ്രോൺസും അതേപോലെ മല്ലിയില പുതിനയില കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഏതെങ്കിലും ആഡ് ചെയ്താൽ മതി. ഞാൻ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രീമി ആയിട്ട് കിട്ടും. എന്തായാലും നമുക്ക് ദമ്മിലിടാനുള്ളതാണല്ലോ, അപ്പോൾ ഒരുപാട് അടിയിലൊന്നും പിടിക്കാതെ നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം അറഫയുടെ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് മൈലാഞ്ചിയുടെ പരിപാടിയുണ്ട്. അതേപോലെ എനിക്കൊന്ന് പാർലറിൽ പോകണം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യണ ആളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കെങ്കിലും ഞാൻ പോവാറുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ പോകുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാറ്. അപ്പോൾ ഇന്ന് പാർലറിൽ പോകാൻ വേണ്ടിയിട്ട് വൈകിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. കാരണം നല്ല തിരക്കാണ് കേട്ടോ. പെരുന്നാളിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടവും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈവനിങ്ങിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള മൂപ്പൻസ് മാളിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളിക്കാൻ വിട്ടതിന് ശേഷം വേണം ഇറങ്ങാനായിട്ട്. ആ സമയത്ത് ഹാസിമിൻ്റെ പ്ലേ സ്കൂളിലും ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മല്ലിയിലെയും പുതിനയിലെയും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് തൈരും കുറച്ച് നാരങ്ങാനീരും പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി നോക്കി മസാല ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സവാള വറുത്തെടുക്കുന്നുണ്ട്. അതേപോലെ നട്ട്സും കിസ്മിസും എല്ലാം ഒന്ന് വറുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ കുറച്ചൊന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ ജീരകശാല റൈസ് ഇട്ടിട്ട് അതും കൂടി ഒന്ന് 2 മിനിറ്റ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് 4 ഗ്ലാസ് വെള്ളം, ഇരട്ടി വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ട വരും. ഞാൻ അരി കുതിർക്കാനൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് അപ്പം തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരി വാർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെമ്മീൻ മസാലയുടെ മുകളിലേക്ക് ഒന്ന് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരുപാട് ലെയറൊന്നും ആക്കുന്നില്ല. 2 ഗ്ലാസ് അരി ഇവർക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് തലേ ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റൈസ് മുകളിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കിസ്മിസ് നട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും റൈസ് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിൽ കുറച്ച് ഗരം മസാലയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് ദമ്മിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഹംദാൻ്റെ ഫ്രണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരുടെയും കുളി കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി പണിക്ക് കയറിയത്. പിന്നെ കുട്ടികളുടെ വിളമ്പൽ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അവർ കളിക്കാൻ പോയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർലറിൽ പോയി. അപ്പോൾ ഇന്ന് എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണമായിരുന്നു കേട്ടോ. അവൾ മുവൈലയിലാണ് താമസിക്കുന്നത്.
പാർലറിൽ ഒരു 3.5 മണിക്കൂറത്തെ പണിയുള്ളൂ എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു. ഒരു 9 മണി 9:30 ആയപ്പോഴാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാസിമിനെ 4 മണിക്ക് ആക്കിയതുകൊണ്ട് തന്നെ 8 മണിക്കാണ് അവൻ്റെ പ്ലേ സ്കൂൾ കഴിഞ്ഞത്. അപ്പോൾ ഇക്ക പോയി അവനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ സമയം ഒരു 11:30 മണിയൊക്കെ ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഉച്ച തുടങ്ങിയ ആളെന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഞാൻ എത്തിയത് രാത്രിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ ചോറും കറിയും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, കൂർക്കോലെത്തിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ക്യാബേജ് തോരനും രസം, മീൻകറി, ഫിഷ് ഫ്രൈ, പിന്നെ 2 തരത്തിലുള്ള ചട്നി, അതേപോലെ മിൽക്ക് കേക്ക്, അങ്ങനെ കുറേ കറികളും ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ അവിടുന്ന് മൈലാഞ്ചി ഇട്ട് പോന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ നെയ്ത്ത് വെച്ചിട്ട് നോമ്പ് പിടിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്ക പിള്ളേർക്കും ഫുഡൊക്കെ കൊടുത്ത് ഇക്കായും രാത്രി ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ടാണ് കേട്ടോ, അറഫയുടെ നോമ്പിൻ്റെ അന്ന് വൈകിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. എനിക്കും ഇക്കാക്കും ഹംദാനുമാണ് കേട്ടോ നോമ്പുള്ളത്. മക്കൾക്ക് തലേദിവസത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ ആണെങ്കിലും ദോശമാവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കിച്ചൺ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ പകൽ ഒരുപാട് സമയമുണ്ട് കേട്ടോ. രാവിലെ 4 മണിക്കാണ് സുബഹി ബാങ്ക്, അതേപോലെ 7:15 ആവട്ടെ മഗ്‌രിബ് ബാങ്ക്. അതുകൊണ്ട് തന്നെ നോമ്പിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല തലവേദനയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ. അപ്പോൾ ഞാനൊരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ബ്രസ്റ്റ് പീസ് മാറ്റിയിട്ടാണ് ഞാൻ ഇറാനി പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ജ്യൂസായിട്ട് നമ്മുടെ റൂ അഫ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് റൂ അഫ്സയും തണ്ണിമത്തനും എല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ പാലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കസ്കസ് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിച്ച് സെറ്റാക്കി ഞാൻ ദേ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് എൻ്റെ കസിൻ കൊടുത്തയച്ച പഴമാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. 2-3 എണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എന്തായാലും പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മാവും പഴമൊക്കെ ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇറാനി പോളയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുറച്ച് കറിയിൽ നിന്ന് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ വറുത്തതൊക്കെ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊടുക്കുന്നത് അത്യാവശ്യം ബാക്കിയുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ എന്തായാലും വറുത്തരച്ച ചിക്കൻ കറി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവുണ്ട്, അല്ലെങ്കിൽ വെള്ളയപ്പോ അല്ലെങ്കിൽ പൊറോട്ട എന്തെങ്കിലും വാങ്ങിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എനിക്ക് ചെറിയ തലവേദന ഒന്നും അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ട് രാത്രിയായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോമ്പ് തുറന്നിട്ടും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വൈകുന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നോമ്പ് പിടിക്കുന്ന സമയത്തൊരു ചായ കുടിയുടെയൊക്കെ ഒരു പതിവുണ്ട്. ഇനി അതില്ലാഞ്ഞത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദനയായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു തലവേദന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇറാനി പോളയ്ക്കുള്ള ചിക്കൻ വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, ഒരു 1/2 കപ്പ് ഓയിൽ, പിന്നെ കുറച്ച് ഗാർലിക്ക്, ഒരു 3 എണ്ണമൊക്കെ മതിയാവും, പിന്നെ ഉപ്പ്, പെപ്പർ, പിന്നെ 2 മുട്ട. ഇത്രയും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മസാല റെഡിയാക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ ക്യാരറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു ചിക്കൻ്റെ മസാല അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വെറുതെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചിക്കൻ ഫ്രൈയും മാത്രം ഗരം മസാല ആഡ് ചെയ്തിട്ടുള്ളൊരു മസാലയാണ് റെഡിയാക്കിയത്. കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മുടെ ബാറ്റർ കുറച്ചൊഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗം ആ ബാറ്റർ ഒഴിച്ച് കവർ ചെയ്ത് ഒരു 20 മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഏത് പാനിലാണോ വെക്കുന്നത് അതിൽ ഓയിൽ തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചിടാനായിട്ട് പറ്റില്ല. അപ്പോൾ അടിഭാഗം ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുത്ത പാനിലേക്ക് മറിച്ചിട്ടതിന് ശേഷം അടിഭാഗം അത്രയും നേരം മുകളിലിരുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അത് താഴെയായിട്ട് വരും. എന്നിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. ഇനി ഈ ഒരു ഇറാനി പോള ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കളറിലെ ക്യാപ്സിക്കം ഒക്കെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും തിരിച്ചിട്ട് കഴിയുമ്പോൾ കാണാനൊക്കെ ആയിട്ട്.
അപ്പോൾ ഞാൻ വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടില്ല, നോർമലായിട്ടൊരു ഇറാനി പോൾ അത്രയും സെറ്റാക്കിയിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പെപ്പറും ഗാർലിക്കും കൂടി വരുമ്പോഴാണ് ആ ഒരു ബാറ്ററിന് നല്ലൊരു ടേസ്റ്റ് വരിക. അതേപോലെ ഗാർലിക്ക് കൂടാതെ നോക്കണം കേട്ടോ. 1, 2, 3 പീസ് മാക്സിമം, അതിൽ കൂടുതൽ പോവരുത്. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ പഴം പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതേപോലെ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയമായി. ആ സമയത്ത് ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സൊക്കെ ആളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക എന്നുള്ളത് ആൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാതെ വരില്ല. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഇക്കായും ഹംദാന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെരുന്നാളിന്. അപ്പോൾ അവർ പുറത്ത് പോയേക്കുമായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നു. ഞാൻ തലേദിവസത്തെ പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ഇവർക്ക് വെള്ളയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ പെരുന്നാൾ ഒരുക്കങ്ങളാണ് കേട്ടോ. ഒരാളത് ചെരുപ്പൊക്കെ നന്നായിട്ട് കഴുകി പുറത്തുകൊണ്ടുപോയി വെക്കുന്നു, ഒരാൾ ഡ്രസ്സ് അയൺ ചെയ്യുന്നു. ഇക്കായും ഡ്രസ്സും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 5:45 കേട്ടോ പെരുന്നാൾ നിസ്കാരം. അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയായി. ഞാനും ഈ തവണ പോയിട്ടാ, ഹാസിബിനെ നോക്കാൻ നിന്നിട്ടില്ല. ആൾ ഉറങ്ങുന്ന ആ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ 4 പേരും കൂടി അങ്ങനെ കുളിച്ച് റെഡിയായി. അൽഹംദുലില്ലാ അതേ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നേരം വെളുക്കൂട്ടാ. നല്ല വെളിച്ചമാണ് നേരത്തെ തന്നെ, കാരണം 4 മണിക്കാണ് സുബഹി ബാങ്ക്. ഒരു 4:30, 4:45 ആകുമ്പോൾ തന്നെ നല്ല വെളിച്ചമാണ് കേട്ടോ പുറത്ത്. وعلى قدر تضحية المرء تعلو منزلته. ലേഡീസിൻ്റെ ഭാഗത്താണെങ്കിലും ജെൻസിൻ്റെ ഭാഗത്താണെങ്കിലും പള്ളിയുടെ അകത്തേക്ക് കയറാനേ നിവർത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ പുറത്ത് തന്നെ നിന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിസ്കരിച്ചത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ആറുവിൻ്റെ ഫ്രണ്ട്സിനെയും ഹംദാൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് പാർക്കിൽ നിന്ന് തന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം പാർക്കിലിരുന്നു കേട്ടോ. ഹാസിം ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല പേടിയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഒരുപാട് നേരമൊന്നും നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ ഹംദാനെയും ഹാറൂനെയും കണ്ടിട്ടേ ഇല്ല കേട്ടോ. 2 പേരും 10 മണി വരെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറക്കമൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും വീട്ടിലെത്തി. ഹാസിമ നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല ഉറക്കമാണ്. എന്ത് ധൈര്യത്തിലാണ് പോയതെന്നൊന്നും അറിയില്ല. എന്തായാലും ആൾ എണീറ്റിട്ടില്ല. വെളുപ്പിന് 2 മണിയൊക്കെ ആയിട്ട് ആൾ ഉറങ്ങിയപ്പോൾ, അതുകൊണ്ടായിരിക്കും എന്തായാലും ആൾ എണീറ്റിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ദോശയും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കമ്പനിയിൽ. പെരുന്നാളിൻ്റെ അന്ന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ. നല്ല ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, പെരുന്നാൾ നിസ്കാരം, നല്ല ഡ്രസ്സ്, അറവിൻ്റെ ഷെയറും കാര്യങ്ങളൊക്കെ ഓരോ വീടുകളിൽ എത്തിക്കുക, അതൊക്കെയാണ്. തലേദിവസം രാത്രിയാണ് കേട്ടോ ഇക്ക ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ഇക്ക ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇക്ക ലുലു മാളിൽ നിന്ന് അത്യാവശ്യം പർച്ചേസ്. എൻ്റെ ഡ്രസ്സും നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്ക പോണ സമയത്ത് പിള്ളേരൊക്കെ പാർക്കിൽ എവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഹംദാനെയും ഹാറൂനെയും വിളിച്ച് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അറിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആൾ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇക്കയുടെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഈദി ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി സ്വീറ്റ്സിൻ്റെ ഒരു സെറ്റാണ് കിട്ടിയത്. ഹാസിമിന് വേണ്ടിയിട്ടാണ് കേട്ടോ തന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സംഭവം. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ലഞ്ചിൻ്റെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം അവിടെ നിന്ന് ആക്കി കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്വീറ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇക്കയുടെ കസിൻ്റെ വൈഫ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവളും ഹാസിമും കൂടി ജസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാസിം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തായാലും അവർ TV കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഈസി ആയിട്ടുള്ളൊരു മിൽക്ക് കേക്ക് റെഡിയാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ വാനില കേക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്നൊരു 5 മിനിറ്റിലൊരു പുഡിങ് ആക്കണമെങ്കിൽ നമുക്കൊരു വാനില കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിരിക്കട്ടെ ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാൻ സ്വിസ്സിൻ്റെ വാനില കേക്ക് വാങ്ങിച്ചിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെയർ ചെയ്യണം കേട്ടോ ചെയ്തത്. എന്നിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യുക. നല്ലപോലെ സോക്കാവണ രീതിയിൽ തന്നെ പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും
മിൽക്ക് മെയ്ഡും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുകളിൽ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പുഡിങ് തട്ടിക്കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിള്ളേരും ഇത്തവണ നന്നായിട്ട് തന്നെ കഴിക്കുകയും ചെയ്തിട്ടാ. ഹംദാനൊക്കെ പുഡിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവാണ്. അത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ബട്ടർ പുഡിങ് ആക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ പണ്ട് കോമൺ ആയിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പുഡിങ്ങാണ് ബട്ടർ പുഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ മടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് കേക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിപ്പിംഗ് ക്രീമും മുകളിലൊഴിച്ച് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കമ്പനിയിലെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആടിനെയാണ് അറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ രാവിലെ തന്നെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു 7 മണി 7:15 ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ അവർ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മജ്ബൂസിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ മജ്ബൂസാണ് കേട്ടോ സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് സവാളയും സംഭവങ്ങളൊക്കെ ഇതേ വഴറ്റി അതിലേക്ക് തക്കാളിയും പിന്നെ അറബിക് മസാലയൊക്കെ ഇട്ടിട്ട് മട്ടൻ ഓൾറെഡി വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഗ്യാസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും പേർക്ക് ഒരുമിച്ചുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ അതിന് പറ്റിയൊരു പെർഫെക്റ്റ് ഗ്യാസ് ആയിരുന്നില്ല കേട്ടോ. എന്നാലും റൈസൊക്കെ സംഭവം ഉഷാറായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹംദാനും ഹാറൂനൊക്കെ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അവർ എണീറ്റത്. നല്ല ഉറക്കത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കാടെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നവർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു. നമുക്കുള്ള പങ്കും ഒക്കെ ആയിട്ട് 2 മണിയൊക്കെ ആയിട്ടാണ് എത്തിയപ്പോൾ. അപ്പോഴത്തേന് ഞാൻ സാലഡ് പപ്പടവും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്ന അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. നേരിട്ട് വന്നവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തയച്ചു. അതേപോലെ പോരുന്ന വഴിക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. ഇനി വൈകുന്നേരം നമ്മുടെ അറവിൻ്റെ പങ്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പോകണം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് കിടന്നുറങ്ങിയിട്ടാണ്. അങ്ങനെ വൈകുന്നേരം അസറസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചുവന്ന നിറത്തിൽ കാണുന്നത് നമ്മുടെ മൂത്ത പുത്രനാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പനി അടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അറവിൻ്റെ ഒരുപാട് വീടുകളിൽ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് അങ്ങനെ എല്ലാവർക്കും അൽഹംദുലില്ലാ നമ്മുടെ പങ്കെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. തലേദിവസത്തെ തലവേദനയുടെ ഹൈലൈറ്റ് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും തലയ്ക്ക്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മൾ മഗ്‌രിബ് വേണ്ടിയിട്ടൊരു പള്ളിയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ 6 കുഞ്ഞിപ്പൂച്ചേനെ കണ്ടിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാനിങ് ഞാൻ ഇക്കായുമായിട്ട് നടത്തി. പക്ഷെ അവിടുത്തെ ആൾ സമ്മതിച്ചില്ല കേട്ടോ. അത് വളരെ കുഞ്ഞി പൂച്ചയാണ്, അതിന് പാൽ കുടിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, കുറേ നേരം അവിടെ ഇരുന്ന് കളിപ്പിക്കുകയും ചെയ്തു. നല്ല ക്യൂട്ട് പൂച്ചകളായിരുന്നു കേട്ടോ. അങ്ങനെ ഹാസിമും ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പൂച്ചേനെയൊക്കെ കളിപ്പിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക്സ്, അസ്സലാമു അലൈക്കും.